എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ഒരു ജയന്റ് ഡ്രാഗൺ അതിനെ കണ്ട് നമ്മുടെ ആൾക്കാർ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഉസോപ്പിനാണെങ്കിൽ പാതി ജീവനില്ല. റോബിനും സോറോയും അവർക്കാണെങ്കിൽ വലിയ ഞെട്ടല്. കാരണം ഡ്രാഗൺസ് അത് വെറും ഒരു മിത്താണെന്നാണ് ഇത്രയും കാലം അവർ കരുതിയത്. ലൂഫിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ്. വാവ്, ബ്യൂട്ടിഫുൾ. ഇത്രയും നല്ല ചിറകുകള്, ഇത്രയും വലിയ ബീക്ക്, ഇത്രയും നല്ല ബോഡി, ഇത്രയും നല്ല സ്ട്രക്ചർ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞ് അവനിപ്പോ അതിന്റെ സൗന്ദര്യം ആസ്വദിക്കും. ഡ്രാഗൺ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ഓരോരുത്തരെയും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും. അതിനുശേഷം അത് മുകളിലേക്ക് തല ഉയർത്തി ഒച്ചത്തിൽ കരയും. അതിനുശേഷം ലൂഫിയോട് ചോദിക്കും, നിങ്ങളൊക്കെ ആരാ, നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം ചോദിച്ച് അതിപ്പോ ലൂഫിയെ കടിക്കാനായിട്ട് വരികയാണ്. ലൂഫിക്കാണെങ്കിൽ ഡബിൾ ഷോക്ക്. ഡ്രാഗൺ സംസാരിക്കാൻ കഴിയുമെന്ന് അവൻ ഇതുവരെ അറിയില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഡ്രാഗൺ സംസാരിക്കുമെന്ന് അവൻ അറിയുന്നതും ഡ്രാഗന്റെ ശബ്ദം അവൻ കേൾക്കുന്നതും. അടുത്ത സെക്കൻഡ് ആ ഡ്രാഗൺ ആണെങ്കിൽ ഉസോപ്പിനെ ഓടിക്കാൻ തുടങ്ങും. ലൂഫി ജസ്റ്റ് മിസ്സിന് ഇപ്പൊ ഉസോപ്പിനെ പിടിച്ചു വലിച്ച് ഒരു ഭാഗത്തേക്ക് സേഫ് ആക്കി നിർത്തും. ലൂഫി ഉസോപ്പിനോട് ചോദിക്കും, നീ കേട്ടില്ലേ അത് സംസാരിക്കുന്നത്? അതിന് ഉസോപ്പ് ഷോക്കായിട്ട്, നീ എന്താ ഈ പറയണേ? ഡ്രാഗൺ സംസാരിച്ചെന്നോ? ഞാനൊന്നും അത് സംസാരിക്കുന്നത് കേട്ടില്ല. ലൂഫിക്ക് പിടികിട്ടും അവന് മാത്രമാണ് അത് സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഉസോപ്പ് അവൻ അതിനെ പൂർണ്ണമായിട്ട് സ്കെച്ച് ചെയ്യും. അതൊരു ഡ്രാഗൺ ആണെന്ന് വിശ്വസിക്കാൻ അവനെ കൊണ്ടാവുന്നില്ല. പക്ഷേ അവര് പണ്ട് ചിത്രത്തിലും കഥകളിലൊക്കെ വായിച്ചതുപോലെ തന്നെയാണ് അതിന്റെ രൂപം. സത്യത്തില് അതൊരു ഡ്രാഗൺ തന്നെയാണ്. അത് നമ്മുടെ ആൾക്കാരെ നോക്കി മുരച്ച് ഇപ്പൊ വായില് ഫയർ എടുക്കും. അത് കാണുമ്പോഴേ നമ്മുടെ ആൾക്കാരുടെ ഹാർട്ട് ബീറ്റ് കൂടാനായിട്ട് തുടങ്ങും. ലൂഫി ചാടി എഴുന്നേറ്റ് നിലവിളിക്കും, ഗായ്സ് ഓടിക്കോ, ഇനി ഒന്നും നോക്കാനില്ല. അത് കേട്ട് എല്ലാവരും ഉഷാറായിട്ട് ഓടും. ഒസോപ്പാണെങ്കിൽ പേടിച്ച് കരഞ്ഞായിരിക്കും ഓടിക്കൊണ്ടേയിരിക്കുക. സോറോ എങ്ങനെയെങ്കിലും അതിനെ വെട്ടി വീഴ്ത്താൻ പറ്റുമെന്ന് പ്ലാൻ ചെയ്യും. പക്ഷെ ലൂഫി ആണെങ്കിൽ ഇപ്പൊ സോറോയെ തടയും. ഇതെന്റെ ഓപ്പർച്യൂണിറ്റിയാണ്, ഇത് ഞാൻ വേസ്റ്റ് ആക്കില്ല എന്ന് പറഞ്ഞ് തേർഡ് ഗിയറിലേക്ക് പോയി ആഞ്ഞൊരടി. അതിനാണെങ്കിൽ ഒന്നും പറ്റില്ല. അത് ചെറുതായിട്ട് അതിന്റെ വാലിട്ടാട്ടും. അതിനുശേഷം ഒരൊറ്റ അടി അടിക്കും. ആ ഒരു അടിയില് ലൂഫി തെറിച്ചു പോയി ദൂരെ ഒരു മലയിൽ അടിച്ചു വീഴും. ലൂഫിക്കാണെങ്കിൽ പിന്നെ അനക്കമുണ്ടാവില്ല. ഇനി ബാക്കിയുള്ളത് റോബിനും സോറോയും ഒസോപ്പും. സോറോയ്ക്കാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. അവൻ സ്ക്വാഡൊക്കെ കറക്കി അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ചാടി നിൽക്കും. പക്ഷെ അപ്പോഴായിരിക്കും ആ ഒരു ഡ്രാഗൺ അതിപ്പോ സോറോട് സംസാരിക്കുക. സോറ ഷോക്കാവും. ലൂഫി പറഞ്ഞതുപോലെ തന്നെ അതിപ്പോ സംസാരിക്കുന്നുണ്ട്. ആദ്യം കരുതിയത് അത് ലൂഫിക്ക് മാത്രമേ കേൾക്കാൻ കഴിയുന്നുള്ളൂ എന്നാണ്. പക്ഷേ ഇപ്പൊ സോറോയ്ക്കും അതിന്റെ ശബ്ദം കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോറോ ഉടനെ അവന്റെ 3 സ്ക്വാഡ് നീട്ടി ആഞ്ഞൊരു വെട്ട്. ആ വെട്ടില് അതിന്റെ 2-3 പല്ലുകള് കിടന്ന് താഴെ വീഴും. മാത്രമല്ല അതിന് ദേഷ്യം കൂടി. അതിപ്പോ സോറോയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. സോറയാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് അതിനെ തടുത്തു നിർത്തും. അതേസമയം നമ്മുടെ ലൂഫിക്ക് ഇപ്പൊ ബോധം വീഴും. അവൻ ചാടി വന്ന് അതിന്റെ വയറ്റിൽ ആഞ്ഞെട്ടിക്കും. അത് ദേഷ്യം കൊണ്ട് ലൂഫിയെയും സോറയൊക്കെ നോക്കി മുരച്ച് നിൽക്കുകയാണ്. സോറോ ആണെങ്കിൽ അത് സംസാരിച്ച കാര്യം പറയും. സോറോയും ലൂഫിയും മാത്രമല്ല നമ്മുടെ ഉസോപ്പും അത് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞു. ഡ്രാഗൺ ആണെങ്കിൽ അതിന്റെ ചിറകടിച്ച് അങ്ങനെ പറക്കും. അതിനുശേഷം നമ്മുടെ ആൾക്കാരോട് ചോദിക്കും, നിങ്ങള് ആ 7 വാർലോഡ്സിന്റെ ഫ്രണ്ട്സ് ആണോ? അത് കേട്ട് വീണ്ടും നമ്മുടെ ആൾക്കാർ വണ്ടറടിക്കുകയാണ്. അത് സംസാരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ആൾക്കാർ എല്ലാവരും കേട്ടിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇവനെങ്ങനെ ആ 7 വാർലോഡ്സിനെ കുറിച്ച് അറിയാൻ ചിന്തിക്കും. ആ ഗ്യാപ്പിൽ അത് വീണ്ടും ഇതിന്റെ ഫയർ പവർ വെച്ച് അച്ചറം പൊച്ചറം നമ്മുടെ ആൾക്കാർ അറ്റാക്ക് ചെയ്യും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് കപ്പൽ കാണിക്കും. കപ്പലിന്റെ അവസ്ഥയും ഇപ്പൊ വളരെ മോശമാണ്. ഹീറ്റ് കാരണം ചോപ്പറിനും നാമിക്കും സാഞ്ചിക്കും ഒന്നും തന്നെ കപ്പലിൽ പിടിച്ചു നിൽക്കാനാവുന്നില്ല. സാഞ്ചി ആണെങ്കിൽ വീണ്ടും ഡെസേർട്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആരോ ഒരാള് ഇപ്പൊ ആ കപ്പലിലേക്ക് കയറും. പക്ഷെ നമ്മുടെ ആൾക്കാർ ആരും തന്നെ അത് ശ്രദ്ധിക്കില്ല. നാമയാണെങ്കിൽ ഇവിടെ വെതർ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവൾ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയം കപ്പലിലേക്ക് കയറി പറ്റിയ ആ കറുത്ത രൂപങ്ങള് അവറ്റകളാണെങ്കിൽ ഇപ്പൊ ഏതോ ഒരു ബാരൽ ഓപ്പൺ ചെയ്ത് ഒരുപാട് ഗ്യാസ് അവിടെ റിലീസ് ചെയ്യും. നമ്മുടെ ആൾക്കാർ അപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ അയലാനെ തന്നെ നോക്കി നിൽക്കുമ്പോഴായിരിക്കും ക്ലിക്ക് ക്ലിക്ക് എന്നൊരു ശബ്ദം കേൾക്കുക. അവര് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ ഒരു സ്മെല്ല് അവരെ ശ്വസിച്ച് ഇപ്പൊ ബോധം കെട്ട് താഴേക്ക് വീഴും. ഉടനെ ആ കപ്പലിലേക്ക് വന്ന കറുത്ത രൂപം അതിപ്പോ നമ്മുടെ ആൾക്കാരെ നോക്കി അങ്ങനെ നിൽക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ ആ ഡ്രാഗൺ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ഓടിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതാണെങ്കിൽ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അത് ഫയർ വെച്ച് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യും. ഉസോപ്പാണെങ്കിൽ വിളിച്ചു പറയും, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയും, വെറുതെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യരുത്. ഉടനെ റോബിൻ അവളാണെങ്കിൽ ഇപ്പൊ എന്തൊക്കെയോ ആലോചിക്കും. അത് വാർലാഡ്സിനെ കുറിച്ചാണ് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നത്. ഇനി ഒരു പക്ഷേ ആ 7 വാർലോഡ്സിൽ ആരെങ്കിലും ഒരാളെ
നാളെ ഇതിനറിയാമായിരിക്കുമോ? നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ വലിയൊരു മതിലിന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുകയാണ്. അത് കണ്ടുപിടിച്ച ഡ്രാഗൺ ആണെങ്കിൽ അതിന്റെ ഫയർ പവർ ഉപയോഗിച്ച് ആ മതിൽ തന്നെ കത്തിക്കരിച്ച് കളയുകയാണ്. സോറോയും ലൂഫി ആണെങ്കിൽ അവന്റെ ഫയറിൽ പെട്ട് കിടക്കാണ്. ലാവയ്ക്കിടയില് ചൂടില് ഒരുപാട് ബുദ്ധിമുട്ടി അവര് ശ്വാസമൊക്കെ വലിച്ച് അങ്ങനെ ആ മതിലിന്റെ പിന്നിൽ തന്നെ ഇരിക്കും. ആ ഡ്രാഗൺ ആണെങ്കിൽ ഓരോ മുക്കും മൂലയും നമ്മുടെ ആൾക്കാരെ അന്വേഷിച്ച് നടക്കാണ്. കട്ട് ചെയ്ത സോറോ അവനിപ്പോ ലൂഫിയോട് പറയും, അതിന്റെ കാര്യം എനിക്ക് വിട്ടേക്ക്, അതിന്റെ കഥ ഞാൻ കഴിക്കും. എന്റെ ഈ സ്ക്വാഡ് ഉപയോഗിച്ച് പൊച്ചറം വെട്ടി ഞാനതിനെ കൊല്ലും. ലൂഫി ആണെങ്കിൽ അതിനൊക്കെ പറയും. പക്ഷെ ഒരു കാര്യം, അതിനെ അച്ചറം പൊച്ചറം വെട്ടിമുറിക്കുന്നതിന് മുൻപ് അതിന്റെ കഥ അത് ഞാൻ കഴിക്കും. അതിന്റെ ജീവനില്ലാത്ത ഡെഡ് ബോഡി ആയിരിക്കും ഞാൻ അച്ചറം പൊച്ചറം വെട്ടിമുറിക്കാൻ തരാന്ന് പറഞ്ഞ് സോറയെ നോക്കി ഇടിച്ചു കാണിക്കും. ലൂഫി ആ ചുമരിൽ പിടിച്ചു വലിച്ച് അങ്ങനെ ഫ്ലൈ ചെയ്ത് അതിന്റെ തലയിൽ കയറി നിൽക്കും. അതാണെങ്കിൽ തല കുലുക്കി ഫയർ വെച്ച് അറ്റാക്ക് ചെയ്യും. ആ അറ്റാക്കിൽ നിന്ന് നമ്മുടെ ചെക്കൻ അവൻ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ട് അതിന്റെ ബോഡിയിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. ഡ്രാഗന്റെ തലയുടെ ഭാഗത്തായിട്ട് വേറെ ഏതോ ഒരാള് അതിന്റെ തലയിൽ കാലൊക്കെ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൂഫി അവനെ തന്നെ നോക്കും. ലൂഫി ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് ഓടി വരും. അപ്പോഴായിരിക്കും ഒരു കാര്യം കാണുക. ആക്ച്വലി അവന്റെ ബോഡി പകുതി ആ ഡ്രാഗന്റെ അകത്തേക്ക് പോയിരിക്കുകയാണ്. 2 കാലുകൾ മാത്രമേ ഇപ്പൊ പുറത്തുള്ളൂ. ലൂഫി ആ കാലില് ചെറുതായിട്ട് നിക്കിളിയാക്കും. അപ്പൊ ദേഷ്യപ്പെട്ട് ഉടനെ അവനാണെങ്കിൽ ടെൻഷൻ ആവാൻ തുടങ്ങും. ലൂഫി ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് വിളിച്ചു പറയും, ഞാൻ പറഞ്ഞ ഒരുപക്ഷെ നിങ്ങളിത് വിശ്വസിക്കില്ല, ഈ ഡ്രാഗന്റെ ബോഡിയിൽ ആരോ ഒരാൾ പെട്ട് കിടക്കുകയാണ്. അത് കേട്ട് റോബിൻ ചോദിക്കും, ഒരുപക്ഷെ അവനാണോ നമ്മളെ സഹായത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടാവുക? ലൂഫിയും ഒരു സെക്കൻഡ് കൺഫ്യൂസ്ഡ് ആയിട്ട് ചിന്തിക്കും. ആ സമയത്ത് ഡ്രാഗൺ അതങ്ങനെ ടേൺ ചെയ്ത് ലൂഫി അറ്റാക്ക് ചെയ്യും. ലൂഫി സിമ്പിൾ ആയിട്ട് അതിന്റെ തന്നെ ചിറകെടുത്ത് മടക്കി അതിന്റെ വായിലേക്ക് തള്ളും. ഭ്രാന്തൻ ഡ്രാഗൺ ആണെങ്കിൽ അതിന്റെ തന്നെ ചിറകാണ് അത് തിരിച്ചറിയാതെ ഫയർ വെച്ച് സ്വന്തം ചിറകിനെ കത്തിച്ച് അത് കടിച്ചു പറിക്കും. ഇതിന്റെ ചിറകിലാണെങ്കിൽ ഇപ്പൊ വലിയൊരു ദ്വാരം വീഴും. ലൂഫി ആണെങ്കിൽ അത് കണ്ട് പൊട്ടിച്ചിരിക്കും. വാവ്, അടിപൊളി, ഇനി ഈ ഓട്ട വീണ ചിറകുകൊണ്ട് നീ എങ്ങനെ പറക്കും ചോദിച്ച് ലൂഫി അതിനെ കളിയാക്കും. അതിന്റെ 2 ചിറക് നീട്ടി ആഞ്ഞടിച്ച് പറക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അതിനെ കൊണ്ട് പറക്കാനാവില്ല. അതാണെങ്കിൽ പറക്കാൻ കഴിയാതെ ഇപ്പൊ താഴേക്ക് വീഴാണ്. ലൂഫി ആ ഇൻഫർമേഷൻ സോറോയ്ക്ക് പാസ് ചെയ്യും. സോറോ ആണെങ്കിൽ സ്ക്വാഡൊക്കെ എടുത്ത് ഇത് താഴേക്ക് വരുന്നതും കാത്ത് ആറ്റ് നോറ്റ് നിൽക്കും. ഒസോപ്പാണെങ്കിൽ സോറോയെ ഒരു സ്പെഷ്യൽ സൈഡിൽ കയറ്റി മുകളിലേക്ക് വലിച്ചടിക്കും. ഡ്രാഗൺ സോറോയുടെ ക്ലോസ് എത്തുമ്പോൾ അവനവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് അച്ചറം പൊച്ചറം വെട്ടി അതിന്റെ കഴുത്ത് മുറിഞ്ഞ് തല അങ്ങനെ അറ്റ് താഴേക്ക് വരാണ്. യുസോപ്പ് ആണെങ്കിൽ എടുത്തു ചാടും. യാഹൂ, സോറോ അതിന്റെ കഥ കഴിച്ചെന്നൊക്കെ പറഞ്ഞ് റോബിൻ ആണെങ്കിൽ സോറോയെയും ലൂഫിയെയും കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യും. നമ്മുടെ ആൾക്കാര് ഡ്രാഗൺ ചത്ത സന്തോഷത്തില് സന്തോഷിച്ച് നിൽക്കുമ്പോൾ ഇവിടെ സാഞ്ചി അവൻ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരുപാട് ഡിഷുകളുമായിട്ട് പുറത്തേക്ക് ഓടി വരികയാണ്. പുറത്തേക്ക് വന്ന് സാഞ്ചി ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഞെട്ടും. നമ്മുടെ ആൾക്കാരെല്ലാവരും ഗ്യാസ് ശ്വസിച്ച് ബോധം കെട്ട് കിടക്കുകയാണ്. സാഞ്ചി എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ അവനും ആ ഗ്യാസ് ശ്വസിച്ച് ഇപ്പൊ താഴേക്ക് വീഴും. പക്ഷെ സാഞ്ചി ആണെങ്കിൽ അടുത്ത സെക്കൻഡ് ഞെട്ടി എഴുന്നേക്കും. അവന് മനസ്സിലാവും ഇത് സ്ലീപ്പിംഗ് ഗ്യാസ് ആണെന്ന്. ഇതെങ്ങനെ കപ്പലിനകത്തേക്ക് വന്നു? ആരെങ്കിലും കപ്പലിനകത്തേക്ക് കയറിയോ? സാഞ്ചിക്കാണെങ്കിൽ ഇപ്പൊ തല ചുറ്റാൻ തുടങ്ങും. അവൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ആ ഫോണിന്റെ അടുത്തേക്ക് വരും. പക്ഷെ അവൻ ആ ഫോൺ എടുക്കുമ്പോഴേക്കും ബോധം കെട്ട് അങ്ങനെ താഴെ വീഴും. കപ്പലിലാണെങ്കിൽ ഒരുപാട് പേര് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ഓരോരുത്തരായിട്ട് കെട്ടി എവിടേക്കോ മാറ്റും. പക്ഷെ ബ്രൂക്കിനെ മാത്രം അവരുടെ ശ്രദ്ധയിൽ പെടില്ല. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.